ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നിബിൻ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടനാടൻ സ്റ്റൈൽ കരിമീൻ തവ ഫ്രൈ ആണ്. കുട്ടനാടൻ സ്റ്റൈൽ കരിമീൻ തവ ഫ്രൈക്ക് വേണ്ടിയിട്ട് 250 ഗ്രാം കരിമീൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സിമ്പിൾ റെസിപ്പി, സിമ്പിൾ മസാലയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കിയാലത്. ആദ്യമായിട്ട് ഒരു നാരങ്ങ നീര് നമ്മൾ ഒഴിക്കുകയാണ്. ഒരു നാരങ്ങ ഈ സൈഡിൽ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചിട്ടിട്ട് ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അടുത്ത ചേരുവകളാണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്. നമ്മൾ ചുവന്നുള്ളി ചതച്ചതാണ് അത് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചുവന്നുള്ളി ചതച്ചത്, നാടൻ സ്റ്റൈലാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് 1 ടീസ്പൂൺ ഫിഷ് മസാല. അടുത്തതായിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് വേണ്ടി ആഡ് ചെയ്യുന്നതാണ് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കളറിന് വേണ്ടി, ഫ്ലേവറിന് വേണ്ടിയിട്ടും എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. അടുത്തതായിട്ട് ഇതിനകത്ത് നമ്മൾ ഇടാൻ പോകുന്നതാണ് ഇടുക്കി ഗോൾഡ് നാടൻ കുരുമുളക് പൊടി. നമ്മൾ ക്രഷ് ചെയ്തെടുത്താണ്. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫിഷ് നന്നായി മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ലൈറ്റായിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ അധികം വേണ്ടാത്തവർക്ക് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫിഷ് നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ഫിഷ് നന്നായിട്ട് മുരിഞ്ഞിരിക്കുകയും ചെയ്യും. ലൈറ്റ് ഓയിൽ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു ഫ്ലേവറാണ്. നമ്മൾ വീടുകളിൽ മത്തിയൊക്കെ വറക്കാൻ കണ്ടിട്ടില്ലേ, ചീനിച്ചട്ടിൽ ചെറിയ കോക്കനട്ട് ഓയിൽ കുറഞ്ഞതായിട്ട് ഒഴിച്ചിട്ട് അതുപോലെ കരിമീൻ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ വാട്ടിയ വാഴയില ഇടാം. അപ്പം നമ്മുടെ നാടൻ സ്റ്റൈൽ ഒരു വാഴയിലയുടെ ഫ്ലേവറൊക്കെ ആ മീനിലേക്ക് വരും. മീനൊക്കെ നന്നായിട്ടൊരു സോഫ്റ്റ് ആയിരിക്കും. ഇവനെ നമുക്കൊന്ന് മറച്ചിടാം. ആഹാ, വാഴയിലയുടെ ഫ്ലേവറിൻ്റെ മണമൊക്കെ. കുറച്ച് സ്മോക്കിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്യുകയാണ്. ആഹാ, ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല കളറല്ലേ നോക്കി. അപ്പോൾ നമ്മുടെ കുട്ടനാടൻ കരിമീൻ തവ ഫ്രൈ റെഡിയായിരിക്കുകയാണ്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയേക്കാം. അപ്പോൾ നമ്മുടെ കരിമീൻ തവ ഫ്രൈ റെഡിയായിട്ടുണ്ട്. നമ്മുടെ അടുക്കളയിൽ ലളിതമായ രീതിയിൽ ഉണ്ടാക്കാവുന്ന അടിപൊളി ഐറ്റമാണ്. അടുത്ത എപ്പിസോഡിൽ അടുത്ത ഐറ്റമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് നിവിൻ.